കോട്ടയം നഗരസഭയിലെ 211 കോടിയുടെ ക്രമക്കേടിൽ പരിശോധന തുടങ്ങി. പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റിൽ നിന്നുള്ള ഫിനാൻസ് സംഘം പരിശോധന നടത്തുകയാണ്. 2020 മുതൽ 2025 വരെയുള്ള ഫയലുകൾ പരിശോധിക്കും. ടോബി ജോൺസൺ വിവരങ്ങളുമായി ചെയ്തു. ടോബി, 1-2 200 കോടിയിലധികം രൂപ കാണാതായി എന്നാണ് പറയുന്നത്. ഇപ്പോഴും അതെവിടെയാണ് ആ പണം എന്നതിനെക്കുറിച്ച് കൃത്യമായ സൂചനയുമില്ല. ഇന്നത്തെ പരിശോധനയിൽ ആ സൂചന കിട്ടും എന്ന് പ്രതീക്ഷിക്കാമോ ടോബി? ഹാഷ്മി, തീർച്ചയായിട്ടും അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം വിശദമായിട്ടുള്ള പരിശോധനയാണ് നടക്കുന്നത്. ഓരോ ഫയലുകളും എടുത്ത് കൃത്യമായി ഇതിൻ്റെ കണക്കുകളൊക്കെ എവിടെയാണ് എന്നുള്ളതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള പരിശോധനയാണ് ഈ പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റിൽ നിന്നുള്ള ഫിനാൻസ് വിഭാഗം നടത്തുന്നത്. 12 പേരടങ്ങുന്ന സംഘമാണ്. അവർ രാവിലെ തന്നെ ഇവിടെ എത്തി പരിശോധന ആരംഭിച്ചു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ഇന്റേണൽ വിജിലൻസ് വിഭാഗമാണ് ഇത്തരത്തിലുള്ളൊരു കണ്ടെത്തൽ, അതായത് 211 കോടി രൂപ ഈ അക്കൗണ്ടുകളിൽ വിവിധ ബാങ്ക് അക്കൗണ്ടുകളിൽ നഗരസഭയുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിയിട്ടില്ല എന്ന് കണ്ടെത്തിയത്. അത് എവിടേക്ക് പോയി? ചെക്കുകളും ഡ്രാഫ്റ്റുകളുമായി നഗരസഭയുടെ അക്കൗണ്ടിലേക്ക് വരേണ്ട തുകയാണ്. ആ ചെക്കുകളും ഡ്രാഫ്റ്റുകളും എല്ലാം തന്നെ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അതായത് നഗരസഭയുടെ കണക്കിലുണ്ട്. പക്ഷേ അത് ഈ ബാങ്ക് അക്കൗണ്ടിലേക്ക് ആ പണം എത്തിയിട്ടില്ല എന്ന് പറയുന്ന ഒരു ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് ആ അന്വേഷണത്തിലൂടെ പുറത്തു വന്നത്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റിൽ നിന്നുള്ള ഫിനാൻസ് വിഭാഗം പരിശോധന നടത്തുന്നത്. സെക്രട്ടറിയോട് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരോടും ജീവനക്കാരോടുമെല്ലാം ഹാജരാകാൻ പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ആ കാലയളവിലുള്ള എല്ലാ ഫയലുകളും കൃത്യമായി തന്നെ ഹാജരാക്കി നൽകണം എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ താഴെത്തട്ടിലേക്ക് ഇറങ്ങി സൂക്ഷ്മമായിട്ടുള്ള പരിശോധന തന്നെയാണ് ഫിനാൻസ് വിഭാഗം നടത്തുന്നത്. ഈ തുക എവിടേക്ക് പോയി, അത് അക്കൗണ്ടിലേക്ക് എത്താതെ പോയത് എങ്ങനെ എന്നുള്ള കാര്യം കണ്ടെത്താൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഫിനാൻസ് വിഭാഗം ഈ പരിശോധന നടത്തുന്നത്. ഹാഷ്മി, 5 വർഷത്തെ കണക്കുകളുടെ അക്കൗണ്ട് രേഖകൾ പരിശോധിക്കുകയാണ്. ചെറിയ തുകയൊന്നുമല്ല, 200 കോടി രൂപ കാണാതായി എന്നൊക്കെ പറഞ്ഞാൽ അത് എവിടെ പോയി എന്നതിനെക്കുറിച്ചുള്ള പരിശോധന ഉണ്ടായാൽ മതിയാവുകയുള്ളൂ. ആ പരിശോധന നടക്കുകയാണ്. അത് എന്ത് സംഭവിച്ചതിനെക്കുറിച്ച് ഇപ്പോഴും യാതൊരു വ്യക്തതയും നമുക്കാർക്കുമില്ല. ചെറിയ സമരങ്ങളൊക്കെ അവിടെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെയും എന്തായാലും അതൊരു വ്യക്തത വരുമോ ഇന്നത്തെ പരിശോധനയിൽ എന്ന് നമുക്ക് വരും മണിക്കൂറുകൾ അറിയുകയും ചെയ്യാം.